നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബീഫ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട. ഈ ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം അല്പം കൂട്ടി വെച്ചിട്ട് നമുക്കിതൊക്കെ ചെയ്യാം. ഇനി 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. അതും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റാം. നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. സവാള ഒന്ന് വാടുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ക്യാപ്സിക്കം ആണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാം. അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്സാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കവും സവാളയും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെയിം കൂട്ടി വെക്കാൻ മറക്കരുത്. 1/2 ടീസ്പൂൺ വരെ വിനാഗിരി ചേർക്കാം, അതായത് സുർക്ക. ഇതെല്ലാം ചേർത്ത് 1-2 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. ഞാനിത് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണ്. നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. വെള്ളം കളയണ്ട. ഉപ്പും കുരുമുളകും മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ, വേറൊന്നും ചേർത്തിട്ടില്ല വേവിക്കുന്ന സമയത്ത്. ഈ ബീഫ് ചാറോട് കൂടി ചേർത്ത് നന്നായിട്ട് ഈ മസാലയിലിട്ട് വഴറ്റിയെടുക്കാം. ഇതും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം, എന്നാലേ ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൗഡർ ചേർക്കുക. ഏകദേശം 1 ടീസ്പൂൺ വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. കുരുമുളക് ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ചില്ലി ബീഫിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ വരുന്നത്. നന്നായിട്ട് ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും 1/2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചില്ലി ബീഫ് റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ അല്പം സ്പ്രിംഗ് ഓണിയൻ ഞാൻ വിതറി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ചില്ലി ബീഫ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. താങ്ക്